എല്ലാവർക്കും നമസ്തേ. ഇപ്പോൾ 2 ദിവസമായി ഈ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് രാഹുൽ മാങ്കൂട്ടം. ഈ സത്യത്തിൽ ഇയാളെ ഈ രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നത് ആരാണ്? ഇപ്പോൾ കൈ ഒഴിയുന്നു എങ്കിലും ഈ രാഹുലിൻ്റെ പല ഇതേപോലുള്ള ഈ മോശമായിട്ടുള്ള പ്രവൃത്തികളെ സമൂഹത്തിൽ തുറന്നു കാട്ടേണ്ടവർ തന്നെ, അല്ലെങ്കിൽ നിയന്ത്രിക്കേണ്ടവർ തന്നെയാണ് അയാളെ ഈ രീതിയിൽ ഇതുവരെ സംരക്ഷിച്ച് നിർത്തിയിരുന്നത്. അത് കഴിയാതെ പോയത് ഇപ്പോൾ ഒരു പത്രസമ്മേളനം നടത്തി ഇയാളെ തുറന്നു കാട്ടിയ ആ ഒരു യുവനടിയുടെ ഒരു ഇൻ്റർവ്യൂ തന്നെയാണ്. അതിനു മുമ്പ് സത്യത്തിൽ ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഒരു കാര്യം, ഇയാളുടെ ഈ പ്രവൃത്തിയെക്കുറിച്ച് സമൂഹത്തിൽ ചർച്ചയായതായിരുന്നു. പക്ഷേ ആ ചർച്ചയെ ആളുകളെ ഭീഷണിപ്പെടുത്തി അത് ഒതുക്കി തീർത്തത് നേരോടെ നിർഭയം നിരന്തരം പ്രവർത്തിക്കുന്നവർ തന്നെയായിരുന്നു. അന്ന് അക്കൂട്ടർ ചെയ്തത് ഇതേപോലെ ഒരു ആരോപണം ഉയർന്നപ്പോൾ അതിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും എന്ന് പറഞ്ഞ് ആളുകളെ നിരുത്സാഹപ്പെടുത്തി ഇതൊതുക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ വിധി വൈപരീത്യം എന്ന് തന്നെ പറയാം. ഇത് പുറത്താകുക തന്നെ ചെയ്തു. ഇയാളെ സമൂഹത്തിൽ തുറന്നു കാട്ടുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതിനെല്ലാം ഒരു കാര്യമുണ്ട്. പ്രകൃതിയുടെ ഒരു നിയമമുണ്ട്. എല്ലാ കാലത്തും ഈ തോന്നിയവാസം മുന്നോട്ട് പോകത്തില്ല എന്നുള്ളത് ആ യാഥാർത്ഥ്യം. അതിന് ഒരു അറുതി ഉണ്ടായേ തീരൂ എന്നുള്ള ഒരു വിധിയുടെ ആ ഒരു കൽപ്പന അനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ തുറന്നു പറഞ്ഞ ആ പെൺകുട്ടിക്കുണ്ടായ ദുരനുഭവങ്ങൾ മറ്റ് രീതിയിലൊക്കെ കടക്കുന്നതിന് മുമ്പ് ആ പെൺകുട്ടി നിയന്ത്രിച്ചത് കൊണ്ട് വലിയ ആപത്തിൽ ചെന്ന് പെടാതെ രക്ഷപ്പെട്ടു എന്ന് മാത്രം നമ്മൾക്ക് പറയാം. ആ തുറന്നു പറഞ്ഞ പെൺകുട്ടി ഈ വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവർ, പിതൃതുല്യനാണെന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്, ഉൾപ്പെടെയുള്ളവരോട് ഈ കാര്യങ്ങൾ അറിയിച്ചു, ഇയാളെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞിട്ട് ആ വി.ഡി. സതീശൻ അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അയാൾ അതിനെ കാര്യമാക്കിയില്ല. അവരുടെ നേതാക്കന്മാരെല്ലാം ആ തരവാന്ന് പുള്ളിക്കറിയാവുന്നതുകൊണ്ടായിരിക്കും. നമുക്ക് അറിയാം, കെ.സി. വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ പേര് സരിതയുടെ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നതാണ്. എന്ത് സംഭവിച്ചു? അവരെല്ലാം രക്ഷപ്പെട്ടിരുന്നു. അതേപോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ച് നിർത്താം എന്നാണ് സത്യത്തിൽ വി.ഡി. സതീശൻ തന്നെ അന്നെടുത്ത നിലപാട്. പക്ഷേ അത് പാളിപ്പോയത് ആ ഒരു യുവനടി കൗമുദിക്ക് നൽകിയ ഇൻ്റർവ്യൂവിൽ, കൗമുദി ടി.വിക്ക് നൽകിയ ഇൻ്റർവ്യൂവിൽ അറിയാതെ ഇയാളുടെ പേര് പറഞ്ഞതാണ്. ഇയാളുടെ പേര് പറഞ്ഞില്ലെങ്കിലും ഇയാളാണെന്ന് സമൂഹത്തിന് മനസ്സിലാക്കുന്ന പദപ്രയോഗം, ഹൂ കെയേഴ്സ് എന്ന ആ ഒരു പദപ്രയോഗമാണ് ഇയാളെ തുറന്നു കാട്ടാൻ കാരണമായത്. അങ്ങനെ വന്നപ്പോൾ അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, പിതൃതുല്യനായിട്ടുള്ള, പിന്നീട് ഉള്ള ഒരു ചാനൽ ചർച്ചയിൽ കേട്ടതാണ്, പിതൃതുല്യനായിട്ടുള്ള ആളാണ് നമ്മുടെ ഈ നേതാവ്. ഇദ്ദേഹത്തിനെതിരെ പരാതി ആരോടാണോ പറഞ്ഞത്, അത് എനിക്ക് പിതൃതുല്യനായിട്ടുള്ള ആളാണെന്നാണ് പറഞ്ഞത്. ആ പിതൃതുല്യൻ ഇന്നലെ ഈ പ്രശ്നം രൂക്ഷമായപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, എനിക്ക് മകളെപ്പോലുള്ള ആളാണ് പരാതി പറഞ്ഞത്, അതുകൊണ്ട് നടപടിയെടുക്കുമെന്ന്. ഇത് പരസ്യമായിട്ട് ഈ ചാനലുകളുടെ മുന്നിൽ ഈ പെൺകുട്ടി ഇത് നിരന്തരം വിളിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രം ഈ വി.ഡി. സതീശൻ ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ നിർബന്ധിതനായി എന്നുള്ള, മനസ്സോടെയല്ല, നിർബന്ധിതനായി എന്നാണ് നമ്മൾക്കിതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. കാരണം
വി ഡി സതീശൻ്റെ ഏറ്റവും അടുത്ത ആളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. കോൺഗ്രസ് അയാളുടെ ചാവേറ് പോലെ നിലപാടെടുത്തിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ എന്ത് തോന്നിയവാസം കാണിച്ചാലും സംരക്ഷിച്ച് നിർത്തുക എന്നുള്ള നിലപാടായിരുന്നു ഇന്നലെ വരെ വി ഡി സതീശൻ സ്വീകരിച്ചിരുന്നത്. അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പരാതി പറഞ്ഞ സമയത്ത് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വി ഡി സതീശൻ നിലയ്ക്ക് നിർത്തിയനുമായിരുന്നു. അദ്ദേഹം ആ ടൈപ്പ് ആയതുകൊണ്ടായിരിക്കാം ഈ രാഹുലിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയത്, സംരക്ഷിച്ച് നിർത്തിയത് എന്ന് നമ്മൾ ന്യായമായും സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അയാളുടെ പ്രസ്ഥാനത്തിൽപ്പെട്ട നിരവധി നേതാക്കളുടെ ഭാര്യമാർക്കും മക്കൾക്കും ഇയാളിൽ നിന്ന് ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും ആ പെൺകുട്ടി പറയുന്നുണ്ട്. പ്രതാപവാനായ നേതാവ് വരെ അയാളുടെ മകൾക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ഇതുപോലുള്ള മോശം ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒരു ഇൻ്റർവ്യൂവുമായിട്ട് ചെന്ന ഒരു മാധ്യമപ്രവർത്തകയ്ക്കും ഇയാളിൽ നിന്നുണ്ടായ അനുഭവത്തെക്കുറിച്ച് പുറത്ത് വരുന്നുണ്ട്. ഇങ്ങനെ നിരവധി കഥകളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇത് ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഇതൊരു പാഠമായി കരുതേണ്ടതാണ്. മാന്യത വിട്ടോ അല്ലെങ്കിൽ അധാർമികമായോ ഏതൊരു പ്രവൃത്തി ചെയ്താലും അതിൻ്റെ ഫലം ഉടൻ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ രാഹുലിൻ്റെ ഈ ഒരു അനുഭവത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടത്. എന്താ പുകിലായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടം ഈ രാഷ്ട്രീയ നേതാവെന്ന നിലയ്ക്ക് നടത്തിക്കൊണ്ടിരുന്നത്. ആരെക്കുറിച്ച് മോശമായിട്ട് പറയുക, പ്രധാനമന്ത്രിയെക്കുറിച്ച് മോശമായിട്ട് പറയുക, തൻ്റെ പ്രസ്ഥാനത്തിൽപ്പെട്ട നേതാക്കൾ ഒഴിച്ച് ബാക്കി എല്ലാവരും മോശക്കാരാണ് എന്നുള്ള രീതിയിലായിരുന്നു രാഹുലിൻ്റെ പ്രവർത്തനങ്ങളും വാക്കുകളും പ്രവർത്തനങ്ങളും എല്ലാം തന്നെ. അതായിരുന്നില്ല, ആരെക്കുറിച്ചും വളരെ മോശമായ രീതിയിൽ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് എന്തിനാണ് എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക. സ്വന്തം സ്വഭാവം താൻ തന്നെ വളരെ മോശപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നവനാണ്. സ്വന്തം സ്വഭാവം തന്നെ ഈ രീതിയിൽ തൻ്റെ ഈ പൊതുരംഗത്തുള്ള ഈ ഒരു ഇമേജിനെ തൻ്റെ ഇതേപോലുള്ള മോശമായിട്ടുള്ള നേട്ടങ്ങൾക്ക് ജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ഒരു മറയായി സ്വീകരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഈ രാഹുൽ മാങ്കൂട്ടം. അയാൾക്ക് എന്താണ് അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത്, നീതിബോധമാകട്ടെ സന്മാർഗ ജീവിതമാകട്ടെ അയാളുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാം ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിനെ മറച്ചു വെക്കാൻ വേണ്ടി താൻ വളരെ ഒരു ശുദ്ധ സ്വഭാവമുള്ളവനാണ് എന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇയാൾ ഇതിന് മറ്റുള്ളവരെ വളരെ മോശമായി പറഞ്ഞുകൊണ്ടിരുന്നതും മറ്റുള്ളവർക്കെതിരെ വിഷലിപ്തമായ മോശമായ വാക്കുകൾ പ്രയോഗിച്ചു കൊണ്ടിരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുക. ഇതേ രീതിയിൽ സംസാരിക്കുന്ന നേതാക്കന്മാരെല്ലാം ഇത്തരക്കാരായിരുന്നു എന്നല്ല ഇത്തരക്കാരാണ് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾക്ക് കാണിച്ചു തരുന്ന ആ ഒരു കാര്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ രാഷ്ട്രീയ ഇതേപോലുള്ള നേതാക്കന്മാരെ നമ്മൾ അന്ധമായി വിശ്വസിക്കരുത്. അവരുടെ വാക്കുകൾ നമ്മൾ പൂർണ്ണമായും മുഖവിലക്കെടുക്കരുത്. ഇത്തരക്കാരുടെ സ്വഭാവത്തെക്കുറിച്ച് അല്ലെ ഇവരുടെ സ്വഭാവ വൈകൃതങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി തന്നെ വേണം ഇത്തരക്കാരെ നമ്മൾ പിന്തുണയ്ക്കേണ്ടത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു
പ്രവൃത്തിയിൽ കൂടി നമുക്ക് നൽകുന്ന പാഠം എന്നത് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.